പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളും ജടയായ മുടിയുമൊക്കെയായി ഒരു യുവാവിനെ തെരുവിൽ നിന്നും ലഭിച്ച ഒരു വാർത്ത. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്താൻ വേണ്ടി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത ആ വാർത്ത നമ്മുടെ നല്ലവരായ പ്രേക്ഷകർ ഇരു കൈനീട്ടും സ്വീകരിക്കുകയും ചെയ്തു. അത് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഏതായാലും കഴിഞ്ഞ ദിവസം അവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞു. തമിഴ്നാട് സ്വദേശിയായ മായക്കാല എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു അത്. മാനസിക വെല്ലുവിളികൾ നേരിട്ട അയാൾ 2.5 വർഷം മുമ്പാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. പല സ്ഥലങ്ങളിൽ അലഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസമാണ് ഇയാൾ കൊല്ലം ജില്ലയുടെ തെരുവോരങ്ങളിൽ എത്തിപ്പെടുന്നത്. ഈ കാഴ്ച കണ്ട ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശൻ ബാബുവും ചേർന്ന് ഇയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ശക്തികുളങ്ങര പോലീസിൻ്റെ സഹായത്തോടെ കൊല്ലം ജില്ലയിലെ കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ഇവിടുത്തെ ഒരു മാസക്കാലത്തെ പരിചരണവും ശുശ്രൂഷയുമൊക്കെ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചിതനാകാൻ കഴിഞ്ഞു. കൂടാതെ നമ്മുടെ പ്രേക്ഷകർ പങ്കുവച്ച വീഡിയോ കണ്ടിട്ട് തമിഴ്നാട് മധുര ഉസ്ലാംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ കോളും എത്തി. അങ്ങനെ ഏതായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എത്തി ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ നിന്ന് ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇതേ ഈ കാണുന്നത്. തെരുവോരങ്ങളിൽ ഇങ്ങനെ ആളുകൾ അലയുമ്പോൾ അവരെ കണ്ടെത്തി അവരെ വൃത്തിയാക്കി ഉചിതമായ സ്ഥലത്ത് എത്തിക്കുകയും പിന്നീട് അവരുടെ ബന്ധുക്കളെ കണ്ടെത്താനും ശ്രമിച്ച ശ്രീ ശക്തികുളങ്ങര ഗണേശും ബാബു, എത്ര നന്ദി പറഞ്ഞാലും ഒരുപക്ഷെ അവരോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഏതായാലും ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച യുവാവിനെ അവിടെ നിന്നും പോലീസിൻ്റെയൊക്കെ അനുമതിയൊക്കെ വാങ്ങി അവിടെ നിന്നും ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സഹായിച്ച എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ദേശിംഗനാടൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മധുര ജില്ലയിലെ ഉസ്ലാംപെട്ടിക്കടുത്ത് നിന്ന് മിസ്സായ ഒരാളാണ് അദ്ദേഹം. പേര് മായക്കാളെ. അപ്പം ഒരു മാസം മുന്നേ ഇവിടെ സ്റ്റേഷനിൽ അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഗണേഷ് ചേട്ടൻ്റെ സഹായത്തോടെ നമ്മളിവിടെ അടുത്തുള്ള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭയകേന്ദ്രത്തിൽ ഒരു മാസത്തെ ചികിത്സ കൊണ്ട് അദ്ദേഹം ഏകദേശം ഓക്കെ റെഡിയായിരിക്കുകയാണ്. അതിനുശേഷം ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഞങ്ങളെ ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം നമ്മളെ ഗണേഷ് കുമാറായിട്ട് എടുത്ത ഒരു എഫർട്ട് പറയാതിരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം 1.5 മാസത്തിൽ കൂടുതലായി. പിന്നെ വളരെ നിഷ്ഠമായിട്ട് അലിഞ്ഞിരും ജടയൊക്കെ പിടിച്ചാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി ശക്തികുളങ്ങര പോലീസിൻ്റെ സഹായത്തോടുകൂടി ഞാനും ബാബു ശ്യാം എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലാക്കിയായിരുന്നു. അവിടെ നിന്നാണ് ഇയാൾ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചാനലിൽ വാർത്തയിലും കൊടുത്ത് അദ്ദേഹത്തിന് അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. ഇത്ര മതി.